നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ യുവഗായകരിൽ ശ്രദ്ധേയമായ ശബ്ദ സാന്നിധ്യം, ഒട്ടേറെ ഗാനങ്ങൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രിയങ്കരനായ മധു ബാലകൃഷ്ണനാണ് JB ജംഗ്ഷനിലെ അതിഥി. മധുവിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ചെമ്പകമേ ചെമ്പകമേ ചന്ദനത്തേ ചന്ദിരനേ എൻ്റെ താമരപ്പൂവി. മധു, ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാം മധുവിനെ എനിക്കിവിടെ മുമ്പിൽ കിട്ടണമെന്ന്. എന്താ തോന്നണം ഇപ്പം? എന്താണ് തോന്നണമെന്ന് വെച്ചാൽ, എനിക്കും ഇങ്ങനെ കുറേ നാളായി ഇവിടുന്ന് വിളിക്കുന്നു. എന്നാണ് എനിക്ക് പറ്റിയത്. വൈകിപ്പോയതിൽ ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈകുന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും വേണേലും ആയിരിക്കാം. ഒരുപക്ഷെ മധുവിൻ്റെ മനസ്സിൽ ഉള്ള കുറേ കൂടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്പം സമയം വേണ്ടി വന്നിട്ടുണ്ടാവും. അതെ, വളരെ സുന്ദരനും സുമുഖനാണ് മധു. അതിനോടൊപ്പം തന്നെ ഈ സംഗീതം കൂടെ ചേർന്നു നല്ലൊരു കോക്ടെയിലാണ് അത്. എന്തായാലും താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. വേറെ ഒരു ഭാവം വരുന്നില്ലല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞ? ഈ മധുചേട്ടൻ വളരെ സുന്ദരനാണ്, ഒപ്പം നല്ല ഗായകനും കൂടിയാണ്. ഇത് ഒരുപക്ഷെ ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു സിദ്ധിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും. ഇത് മധു ഞാൻ മാത്രം നിരീക്ഷിക്കുന്ന കാര്യമല്ല. ഇപ്പം മധു എന്നുള്ള ഗായകനെ വളരെ അടുത്ത് നിന്ന് നോക്കുന്ന, മധുവിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഘടകമാണ് ഞാൻ പറഞ്ഞത്. സുന്ദരനായ ഗായകൻ, ചെറുപ്പക്കാരൻ. വരട്ടെ, ഒരാൾ വരട്ടെ. മധു എനിക്ക് ആരാണ് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവും ചേർന്ന് എൻ്റെ മനസ്സിൽ പറയാനായിട്ട് തോന്നിക്കുന്നത് തീർച്ചയായിട്ടും മധു എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ആണ് എന്നാണ്. പ്രൊഫഷണലി ഒരുപക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ്, ഞാൻ ആദരിക്കുന്ന ഒരു ഗായകനാണ്. വളരെയധികം കാലിബറുള്ള, കപ്പാസിറ്റിയുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹം, ഒരു സംഗീതജ്ഞനാണ് മധു എന്നുള്ളതാണ്. എനിക്ക് മധുവിനോട് ചോദിക്കാനുള്ളത് ഒരു ചെറിയൊരു കുറുമ്പ് ചോദ്യമാണ്. ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, അതായത് മധുവിനാണ് ഗായകരുടെ ഇടയിൽ ഏറ്റവും അധികം ആരാധികമാർ എന്നുള്ളൊരു കാര്യം. ഇത്ര അധികം ആരാധികമാരാകുമ്പോൾ ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു മധു? താങ്ക് യു കുട്ടൻ ചേട്ടാ, എന്നെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലേ. എന്തായാലും ചേട്ടൻ്റെ അനിയൻ തന്നെയല്ലേ ഞാൻ. അപ്പോൾ ഈ ശീലങ്ങളെല്ലാം ചേട്ടനിൽ നിന്ന് പഠിച്ചതാണോ? എന്തോ ഈ ശീലങ്ങളെല്ലാം ചേട്ടനിൽ നിന്ന് പഠിച്ചതാണോ? കുറേയൊക്കെ ചേട്ടനെ കണ്ടാണല്ലോ അനിയന്മാർ പഠിക്കുക. അതായത് ഒരുപാട് ആരാധികമാരെ ജീവിതത്തിലേക്ക് ആനയിക്കാനുള്ള പ്രേരകമായത് ജയേന്ദ്രനാണെന്നാണോ മധു പറയുന്നത്? ഇല്ല, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ. പറഞ്ഞാലും കുഴപ്പമില്ലെന്നത്. എന്താ കാരണം അറിയോ? ജയേന്ദ്രൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് മധുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അല്ല, കുട്ടൻ ചേട്ടൻ ഇഷ്ടം പോലെ ആരാധകരുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ആനയ്ക്കറിയില്ല ആനയുടെ വലിപ്പം എന്താണെന്ന്. അതുപോലെയാണ് കുട്ടൻ ചേട്ടൻ്റെ കാര്യം. എന്തായാലും കുട്ടൻചേട്ടൻ മാത്രമല്ല, ഞാൻ കാരണം വെച്ചാൽ ഞാനിത് ഒരുപാട് പേരുടെ ചോദിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നത് മധു എന്നുള്ള ഗായകനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതുപോലെ മധു എന്നുള്ള വ്യക്തി ഒരുപക്ഷെ എമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീലിങ്ങിനെ കുറിച്ചും ആൾക്കാർ പറയുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് പേരോട് വെറുതെ റാൻഡമായിട്ടിട്ടപ്പോൾ അവർ ഒരു പക്ഷേ മധു എന്നുള്ള സംഗീതജ്ഞൻ്റെ ഈ പറഞ്ഞ ഗാനസബരിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഘടകങ്ങളാണ്. വേണം ഒരാളെ ഇവിടെ കൊണ്ടുവരാം, നോക്കാം. ഓക്കെ, മധു നമസ്കാരം. JB ജംഗ്ഷനിലൂടെ സംസാരിക്കാൻ അവസരം ഉണ്ടായതിൽ അതിയായ സന്തോഷം. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് പല വേദികളിലും പാടുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് മധുവിനോട് ചോദിക്കാൻ തോന്നാറുള്ളത് വളരെ പവർഫുള്ളായിട്ട് പാടുന്ന മധുവിൻ്റെ ആലാപനത്തിൻ്റെ രഹസ്യം എന്താണ് എന്നാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അത് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. മറ്റൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മധു എനിക്ക് തോന്നുന്നത് നിലവിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ഗായകരിൽ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും പാടുന്ന ഒരേ ഒരാൾ മധു തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. ആ നിലയ്ക്ക് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ ധാരാളം ആരാധകർ മധുവിനുണ്ടാകും. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലായും സ്ത്രീകളോ പെൺകുട്ടികളോ ആയിട്ടുള്ള ആരാധകരായിരിക്കും.
ഇവരെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരെ നിയന്ത്രിക്കുന്നു എന്നങ്ങനെയാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലായില്ല. എന്തായാലും ഞാനായിട്ട് ആരെയും നിയന്ത്രിക്കാറില്ല. ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ സ്വയം നിയന്ത്രിച്ച്, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളെല്ലാം വളരെ കുറവായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിലെല്ലാം വളരെ അപൂർവമായിട്ടേ കയറാറുള്ളൂ. എന്നാൽ ആരാധകരൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ അവരുടെ വിലപ്പെട്ട സ്വത്താണ്. അപ്പോൾ ആരെയും പിണക്കി അയക്കണം. മധു വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് JB ജംഗ്ഷൻ ഈ ഒരു നോട്ടിൽ ആരംഭിച്ചതെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ മധുവിനെക്കുറിച്ച് പ്രതികരിച്ചവരുടെ പട്ടിക നോക്കിയപ്പോൾ അതിൽ ഭൂരിപക്ഷം പേരും 3-4 പേര് മധുവിനെക്കുറിച്ച് ഈ ഒരു ഘടകമാണ്. മധുവിൻ്റെ ആരാധക വൃന്ദം, ആരാധക എന്നല്ല പറഞ്ഞ ആരാധികമാരെ കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെട്ടത്. അത് ശരി. വേണം ഒരു സാക്ഷ്യപത്രം കൂടെ. എൻ്റെ ദൈവം, കുടുംബം കലക്കാൻ വേണ്ടിയാണോ എന്ന് വിചാരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഫാൻസ് ഇപ്പോൾ പലർക്കും നമ്മൾ ഫാൻസ് കണ്ടിട്ടുണ്ട്. പലരുടെയും ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓപ്പൺ കമൻസ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മധുച്ചേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരാൾ മധുച്ചേട്ടൻ്റെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരാളുണ്ട്, അയാളുടെ വീട്ടിൽ മുഴുവൻ മധുച്ചേട്ടൻ്റെ ഫോട്ടോസാണ്. അതായത് വീട്ടിൻ്റെ പടി തൊട്ട് മധുച്ചേട്ടൻ്റെ പടങ്ങളാണ്. പിന്നെ വേറൊരാളുണ്ട്, എനിക്ക് അറിയാവുന്നവരെയാണ് ഇനി പറയുന്നത്. ആ ആൾ എന്താ പറയുക, അയാളെ എല്ലാവരും മധു എന്നാണ് വിളിക്കുന്നത്. അത്രയും മധു ബാലകൃഷ്ണനാണ്. ഒരു ദിവസം ഒരു മെസ്സേജെങ്കിലും നമ്മളെപ്പോലുള്ളവരോട് ചോദിക്കും മധുചേട്ടൻ എന്ത് ചെയ്യുന്നു, എവിടെയാണ്. അതുപോലെ മധുചേട്ടൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി വ്രതം എടുക്കുക, വഴിപാട് കഴിക്കുക. അങ്ങനെ ഒരുപാട് ഒരു ഭാഗ്യമുള്ളൊരു പാട്ടുകാരനാണ്. ഇത്രയും ഫാൻസിൻ്റെ പ്രാർത്ഥന. എന്താണ് ഇതിനെക്കുറിച്ച് മധുചേട്ടന് പറയാനുള്ളത്? ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? മധു ഇത് പച്ചകുത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ആരാധകൻ, ആരാധികയല്ല. പച്ചകുത്തി ആരാധികയാരാണ്? ആരാധികയില്ല, ആരാധകനാണ് എനിക്കറിയാവുന്ന ആള്. അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് മാരാർ എന്നാണ്. കണ്ണൂർക്കാരനാണ്. നെഞ്ചത്ത് എൻ്റെ പേര് പച്ചകുത്തിയിരിക്കുകയാണ്. അതെ അതെ, കണ്ണൂരുകാരനാണ്. അപ്പം നമ്മുടെ നാട്ടുകാരനാണ്. അതെ അതെ. പക്ഷേ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ മധുവിന് പറ്റുന്നുണ്ടോ? ഒരു പക്ഷേ അവർക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. അല്ല, അവർ ചിലവരെന്നെ ഫോൺ ചെയ്യുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ചിലവർ ദിവസവും രാവിലെ വിളിക്കുന്നവരുണ്ട്, ചില ദിവസം രാത്രി വിളിക്കുന്നവരുണ്ട്. അവർ വിശേഷങ്ങൾ ചോദിക്കാൻ എൻ്റെ മറുപടി പറയും. ചിലർ പാട്ട് പാടി കേൾപ്പിക്കാമോ എന്ന് ചോദിക്കും. അവർക്ക് വേണ്ടതായിട്ട് ഞാൻ തിരക്കിലാണെങ്കിൽ ഞാൻ പറയും തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോകുന്നത്. ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അഭിമാനിക്കാൻ കഴിയുന്നത് ആ കലാകാരനെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. തീർച്ചയായിട്ടും അവർ നമ്മുടെ ആരാധകരെല്ലാം നമ്മുടെ വിലപ്പെട്ട സ്വത്താണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ആ അർത്ഥത്തിൽ മധുവിന് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ആരാധിക പട്ടിക ഇനിയും വിപുലപ്പെടട്ടെ, ദീർഘമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ ആരാധകർക്ക് വേണ്ടി മധു ഒരു പാട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈ നീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ, എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈ നീട്ടുന്നു വീണ്ടും, നെഞ്ചോരം നാളം തേടിയോ. താങ്ക് യു. മധു, മറ്റൊരുപാട് ഗായകരിൽ നിന്ന് മധുവിനെ വേർതിരിച്ച് നിർത്തുന്നൊരു ഘടകം, മധു യഥാർത്ഥത്തിൽ സംഗീതം പഠിച്ചാ വളർന്നു. അതെ, ഒരുപക്ഷെ ഒരു സിനിമാ പാട്ടിൻ്റെ ഒരു രഥത്തിലല്ല മധു ഈ ഗാനരംഗത്തേക്ക് വന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് സംഗീതം
ഒരു പക്ഷേ ഒരു ജീവിത മാർഗമെന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പാഷനായിട്ട് മധു, തീർച്ചയായിട്ടും അതാണ് ഒരു വിഷയം മധുവിനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു കാര്യം. ഞാൻ കുട്ടിക്കാലം മുതലേ പാടുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നിരിക്കും. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറാണ് എന്നെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്നെല്ലാം പറഞ്ഞ് എൻ്റെ അച്ഛനോടും അമ്മയോടും എല്ലാം പറഞ്ഞ് 2ാം ക്ലാസ് മുതലാണ് ഞാൻ സ്റ്റേജിൽ പാടി തുടങ്ങിയത്. ആദ്യമായിട്ട് പാടിയത് ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി, ഇതാണ് ആദ്യമായിട്ട് പാടിയത്. എൻ്റെ അമ്മയും എൻ്റെ സീനിയറായിട്ട് പഠിച്ച 2 ക്ലാസ് സീനിയറായിട്ട് പഠിച്ച ചേട്ടനും കൂടിയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. ഈ 2 ലൈൻ മാത്രമാണ് എനിക്ക് സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയത്. പാട്ട് മുഴുമിക്കാൻ പറ്റിയില്ല. ഇല്ല, പേടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ട് നോക്കണം കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പം പേടിയും എല്ലാം ചമ്മലൊക്കെ സഭാക്കം പോയി. അതെ, അങ്ങനെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു സ്റ്റേജ് ഫ്രൈറ്റിലൂടെ ആ പാട്ട് മുഴുമിക്കാതെ മധു ഇറങ്ങിപ്പോയി. വരട്ടെ. കുഞ്ഞുനാളിൽ തന്നെ മധു ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോയി തന്നെ അതിലെ പാട്ടുകൾ മുഴുവൻ വന്ന് വീട്ടിൽ വന്ന് പാടുമായിരുന്നു. ഞങ്ങളത് മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ അവൻ അതേ ട്യൂണിൽ തന്നെ പാടുമായിരുന്നു. അങ്ങനെയാണ് അവന് സംഗീതത്തിലെ ഒരു അഭിരുചിയുള്ള കുട്ടിയാണെന്ന് മനസ്സിലായത്. ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൻ്റേതായ കൂടാതെ തന്നെ എവിടെ സംഗീത മത്സരം ഉണ്ടാകുമോ അവിടെ എല്ലാം അച്ഛനും ഞാനും കൂടി അവനെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടക്കും. എല്ലാ സ്ഥലത്തും കൊണ്ടുപോയാൽ നമ്മൾ നിരാശപ്പെടാറില്ല. എല്ലാത്തിനും അവൻ സമ്മാനം വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു കുട്ടിക്കാലമാണ് അവനുണ്ടായിരുന്നത്. മധു ഒരുപക്ഷെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയും അച്ഛനും മധുവിനുണ്ട്. തീർച്ചയായും അതൊരു ഭാഗ്യമായിരുന്നു, എന്നെ ഭാഗ്യമായിരുന്നു. കാരണം അവരെന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകളെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആരാ ഗായക? രണ്ടുപേരും പാട്ട്. അച്ഛനും എന്ന് വെച്ചാൽ പ്രൊഫഷണൽ അല്ല, അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ യൂത്ത് ഫെസ്റ്റിവലെല്ലാം പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്നെ അത്ര കാര്യമായിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എന്തായാലും ആ ഒരു അനുഗ്രഹം, അവരുടെ അനുഗ്രഹവും അവരുടെ പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്തായാലും അന്ന് സ്റ്റേജിൽ മുഴുമിക്കാതിരുന്നൊരു പാട്ടുണ്ട്, ഇപ്പം ശരദന്ത് മലർദീപം. അത് വേണമെങ്കിൽ ഒരു 4 വരി മധു പാടണം. എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷേ ആ പാട്ട് മധുവിൻ്റെ ജീവിതമായിട്ട് എനിക്ക് ചേർത്ത്. ആ പാട്ട് പാടുമ്പോൾ ഇപ്പോഴും എനിക്ക് ഒരു പേടിയുണ്ട് മനസ്സിൽ. ഇപ്പോഴും ആ ഒരു എന്തോ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും എൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിയാലും കുഴപ്പമില്ല, പാടി നോക്കാം. അതെ, തെറ്റിയാലും നാച്ചുറൽ ആണെന്ന് വിചാരിച്ചോ. തീർച്ചയായിട്ടും. റെഡി? ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ പടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു ആരോ, മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി. താങ്ക് യു. അത് വളരെ മനോഹരമായൊരു പാട്ട്. പക്ഷെ ആ ചെറുപ്പത്തിൻ്റെ ആ പാട്ട് മധുവിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പാട്ട് തീർച്ചയായിട്ടും അതെ, ആ പാട്ടിനെ എന്തോ വളരെയധികം എനിക്ക് എന്താ പറയുക ക്യാച്ച്, എന്നെ വളരെയധികം ആകർഷിച്ചൊരു പാട്ടാണ്. ആ ഒരു പ്രായത്തിൽ എന്തുകൊണ്ട് ആ പാട്ട് എന്നെ ആകർഷിച്ചു എന്ന് എനിക്കറിയാം. കാരണം ഒത്തിരി എന്താ പറയുക ഒരു അർത്ഥം കൊണ്ടും അതിൻ്റെ ട്യൂണും ഒത്തിരി ക്ലാസിക്കൽ പഠിച്ച ആൾക്കാർക്ക് പാടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ്. എന്തുകൊണ്ട് അതെനിക്ക് എന്നെ ആകർഷിച്ചു എന്ന് എനിക്കിപ്പോഴും പിടുത്തം. ആ വരികളിൽ ഒരുപാട് പ്രണയം ഒളിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരുപക്ഷെ മധു അത് ആവാഹിച്ചിട്ടുണ്ടാവും. വെറുതെ അല്ല ഇങ്ങനെ ആരാധികമാരുടെ എണ്ണം കൂടിക്കൊണ്ട്. അമ്മയും അച്ഛനും മധുവിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരുപക്ഷെ ഒരു പാട്ടിൻ്റെ ഒരു പ്രശസ്തിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പാഞ്ഞു കയറുന്നതിന് പകരം പടവുകളിലൂടെ തന്നെ മധു ചവിട്ടിക്കയറി. തീർച്ചയായും അതാണ് മധുവിനെ വ്യത്യസ്തനാക്കുന്നത്. ഒരുപാട് ഗുരുക്കന്മാർ, എനിക്ക് തോന്നുന്നു മധുവിൻ്റെ ഈ 10-16 ഗുരുക്കന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഗുരു എന്ന് പറഞ്ഞാൽ എന്നെ ആദ്യം എന്നെ പാട്ട് പഠിപ്പിച്ച ശ്രീദേവി ടീച്ചർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാട്ട് പഠിച്ചു തുടങ്ങിയത്. എൻ്റെ അമ്മ എന്നെ അറേഞ്ച് ചെയ്തൊരു ടീച്ചറാണ്. ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ ആദ്യം വീട്ടിലേക്ക് എത്തും. അച്ഛനും അമ്മയൊക്കെ അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് വരുള്ളൂ. എൻ്റെ അനിയനും. നിങ്ങൾ പാലക്കാടല്ലേ?
അച്ഛൻ്റെ നാട് ഒറ്റപ്പാലം, ഒറ്റപ്പാലം. ആ, അമ്മയുടെ നാട് പറവൂര്. ഞാൻ വളർന്നത് മുഴുവൻ ചാലക്കുടി കൊരട്ടിയിലാണ്. ഓക്കെ. പിന്നീട് കോതമംഗലം, പിന്നെ മദ്രാസ്. അങ്ങനെയാണ് എൻ്റെ ലൈഫ്. എന്തായാലും അപ്പോൾ അവിടെ സ്കൂളിൽ പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഥകിലൊരു മുട്ട് കേട്ടിട്ട് ഞാൻ ഡോർ തുറന്നപ്പോൾ ഏതോ പരിചയമില്ലാത്തൊരു ചേച്ചി നിൽക്കണു. മോൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ശരിയാ, ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ ഹോംവർക്ക്, അമ്മ എത്തിയിട്ടില്ല ഓഫീസിൽ നിന്ന്. ഞാൻ വീണ്ടും ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, മോനെ ഞാൻ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ മോനെ പാട്ട് പഠിപ്പിക്കാൻ വന്ന ടീച്ചറാണെന്ന് പറഞ്ഞു. വേദന എൻ്റെ കയ്യിൽ നിന്ന് പേനയൊക്കെ തെറിച്ചു പോയി. ഞാൻ ചാടി എഴുന്നേറ്റ് നമസ്കാരം പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ വന്നു. അമ്മ വന്ന് തന്നെ വിളക്കൊക്കെ കത്തിച്ച് ദക്ഷിണയെല്ലാം കൊടുത്ത് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ടീച്ചർ ആദ്യത്തെ സാപാസ ശ്രുതിയുടെ ആദ്യത്തെ സ്വരങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ സരളി വരിച്ചകൾ ആരംഭിച്ചു. സരി ഗമ അത് പറഞ്ഞു തന്നു. പക്ഷെ ടീച്ചർ സരി ഗമ പാടുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഞാൻ പാടിക്കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, മധു ഇതിനു മുമ്പ് പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ടീച്ചറെ. നേരത്തെ പാട്ട് പഠിച്ച പോലെയാണല്ലോ ഈ സ്വരങ്ങളെല്ലാം പാടുന്നത് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് പാട്ട് പഠിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അന്ന് എന്തോ അത്ഭുതം ടീച്ചർക്ക് തോന്നി. പിന്നെ പറഞ്ഞു, എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മധുവിന് എന്ന് പറഞ്ഞു. ആ ടീച്ചറുടെ പേര് ശ്രീദേവി എന്നാണ്. ടീച്ചർ 2 കൊല്ലം എന്നെ പഠിപ്പിച്ചു. പിന്നെ ടീച്ചർക്ക് ജോലി കിട്ടിയിട്ട് എന്തോ ആ ടീച്ചർ എവിടെയോ പോയി. പിന്നെ ആ ടീച്ചറിന് ഇന്ന് വരെ എനിക്ക് കാണാനോ ആ ടീച്ചർ എവിടെയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മധു JB ജംഗ്ഷനിൽ മധു ഇരിക്കുന്നത് ആ ടീച്ചർ എവിടെ നിന്നെങ്കിലും കാണും. തീർച്ചയായും ആ ഒരു പ്രതീക്ഷ എനിക്ക്. ഒരുപക്ഷെ ആ ഒരു ഗുരുനാഥയെ വീണ്ടും കണ്ടുമുട്ടാൻ ഈ ഒരു പരിപാടി നിമിത്തമാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയാണ്. ആവട്ടെ, താങ്ക് യു. ടീച്ചറിന് വേണ്ടിയിട്ട് എന്തായാലും മധു ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ടീച്ചറെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കുക. പക്ഷെ എങ്കിൽ പോലും ഈ പരിപാടിക്ക് ശേഷം എന്തായാലും ടീച്ചർ കോണ്ടാക്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും. മധുവിൻ്റെ ഈ വളർച്ചയിൽ എന്തായാലും ടീച്ചർ അഭിമാനം കൊള്ളുന്നുണ്ടാകും എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട്. എന്തായാലും ഒരുപാട് ഗുരുക്കന്മാർ, അതിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഒരുപക്ഷെ മധുവിനെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ തിങ്ങി പോകുന്ന ഒരാൾ. വളരെ ചെറുപ്പത്തിൽ മധു സംഗീതം അഭ്യസിക്കാനായിട്ട് എൻ്റെ കീഴിൽ വന്നു. 87-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അന്ന് തൊട്ട് ഏകദേശം 95 വരെ എൻ്റെ കീഴിൽ തന്നെ സംഗീതം അഭ്യസിച്ചു. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലേക്ക് പോയി. ഈ അവസരത്തിൽ മധുവിനോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സംഗീതത്തിൽ നല്ല പാണ്ഡിത്യമുണ്ട്, ശാസ്ത്രീയ സംഗീതത്തിൽ. ആ കഴിവ് വച്ച് ഭാവിയിൽ ഒരു സംഗീത സംവിധായകനാവാൻ മധുവിന് താല്പര്യമുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരുപാട് കാലം താങ്കളെ പാട്ട് പഠിപ്പിച്ച ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നാളുകൾ പാട്ട് പഠിച്ചിട്ടുള്ള, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ അടുത്താണ്, ശ്രീ ചന്ദ്രമന നാരായണ നമ്പൂതിരി സാർ. ഇദ്ദേഹം ആണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചതിന് ശേഷമാണ് കുറച്ചും കൂടി എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ കുറേ ഉപദേശങ്ങൾ കൊണ്ടും അദ്ദേഹം പഠിപ്പിച്ച രീതിയിലും അത് എന്നിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ സാറ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമല്ലോ. എന്തായാലും മ്യൂസിക് ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും കമ്പോസ് ചെയ്ത് ഞാൻ എൻ്റെ ഫോണിലും റെക്കോർഡറിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാൽ അതിൽ ചിലപ്പോൾ എൻ്റെ ഗായകൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നൊരു ഗായകനാവാനാണ്. അതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത്. സംഗീത സംവിധായകർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും അല്ലേ? അല്ലാതെ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡ്. തീർച്ചയായിട്ടും അത് ഗായകരായാലും ശരി അങ്ങനെയാണ്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏത് ഫീൽഡായാലും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഗായകരും സംഗീത സംവിധായകരും ഉണ്ടായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല. ഈ ടെലിവിഷൻ ഷോകളിലൂടെ ഓരോ ചാനലുകൾ വന്നതിന് ശേഷം എല്ലാ ഗായകർക്കും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ട് ഒരു ഗായകൻ എസ്റ്റാബ്ലിഷ് ആയതിനേക്കാൾ വളരെയധികം സ്പീഡിലാണ് ഇന്ന് അവർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കിട്ടുന്നത്. അത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഗായകൻ്റെ ഒരു പെക്കിംഗ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഗായകൻ ഒന്നായിട്ട് വരുമായിരുന്നു. ഇപ്പം ഒരുപക്ഷെ സംഗീത സംവിധായകർ കുറച്ചും കൂടി ഒരു മേൽക്കൈ നേടിയൊരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്ഥിതിവിശേഷം കൊണ്ടുവന്നത് ശ്രീ AR റഹ്മാൻ സാറാണ്. അദ്ദേഹം വന്നതോടുകൂടി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഇതിലേക്കാണ് പിന്നീട് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ അങ്ങനൊരു നമ്മൾ ആ വിഷയത്തിലേക്ക് പിന്നീട് വരും. പക്ഷേ അതിനിടയ്ക്ക് മധുവിൻ്റെ വളർച്ച ഒരുപക്ഷെ പിന്നീട് സംഗീത
അഭ്യസിക്കൽ ചെന്നൈയിലേക്ക് മാറി. അതെ, ഒരു പക്ഷേ ചെന്നൈയാണ് മധുവിനെ ഒരു എന്താ പറയുക, ഒരു പൂർണ്ണ രീതിയിൽ തീർച്ചയായിട്ടും ചെന്നൈയാണ് എൻ്റെ വഴിത്തിരിവ്. അവിടെ പഠിച്ചത് കൊണ്ടാണ് ഞാനൊരു ഈ ഒരു രീതിയിലേക്ക് തിരിഞ്ഞു വന്നത്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുവാണ് TV ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത് പത്മഭൂഷൺ അവാർഡെല്ലാം കിട്ടിയിരുന്നു. അദ്ദേഹവും പിന്നെ ഡോക്ടർ മണികൃഷ്ണസ്വാമി ടീച്ചർ മരിച്ചുപോയി, ഡോക്ടർ വേദവല്ലി ടീച്ചർ ഇപ്പോഴും ഉണ്ട്, പിന്നെ ഒരു പ്രൊഫസർ പശുപതി സാർ. ഇവരുടെ അടുത്തെല്ലാം ഞാൻ മദ്രാസിൽ പഠിച്ചത് വഴി ടി വി ജി സാറിൻ്റെ അടുത്ത് പഠിച്ചത് വഴി എനിക്ക് അവരുടെ അടുത്തും പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. പല ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. TVG സാറാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം ഫീൽഡിലേക്ക് തിരിച്ചു വിട്ടത്. വിജയകാന്തിൻ്റെ സിനിമ അല്ലേ? വിജയകാന്തിൻ്റെ 125ാമത്തെ ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റ് പാടിക്കൊണ്ടായിരുന്നു എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ തുടക്കം. ഒരു ബ്രേക്കായിരുന്നു അത്. തീർച്ചയായിട്ടും അത് ഒരു നല്ല മെലഡിയായിരുന്നു. ഭാര്യയെക്കുറിച്ചുള്ള ഗാനമാണ്. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், உனது முகத்தில் வீழ்த்து எழுந்து உலகை வெல்லுகிறேன். ஆனந்த குங்குமம் சூடும் முல்லை, நீ ஒரு தெய்வத்தின் பிள்ளை. அன்புள்ள மனைவி வந்தால் நானும் ஆலயம் போவது இல்லை. அடி நீ இல்லாமல் தேனும் எனக்கு தித்திக்க போ. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், உனது முகத்தில் வீழ்த்து எழுந்து உலகை வெல்லுகிறேன். താങ്ക് യു. ഈ ഒരു ബ്രേക്ക് കിട്ടിയെങ്കിലും പിന്നീട് മധു ഒരുപാട് കാലം ട്രാക്ക് പാടി. ഇല്ല, ട്രാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ അപൂർവമായിട്ടേ പാടിയിട്ടുള്ളൂ. ട്രാക്ക് പാടിയിട്ടുള്ളത് ആകെ ഞാൻ അയാൾ കഥ എഴുതുകയാണ് എന്ന ആ ചിത്രത്തിലെ ദാസേട്ടൻ മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ, ആ പാട്ടിൻ്റെ ട്രാക്ക് ഞാനാണ് പാടിയത്. പിന്നെ ബെണി ഇഗ്നേഷ്യസ് സാറിൻ്റെ അവരുടെ സംഗീതത്തിൽ മറ്റേ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത്, ഈ 2 സിനിമകൾക്ക് വേണ്ടി ട്രാക്ക് പാടി. പിന്നെ ഞാൻ പാടിയിട്ടുള്ളത് ദാസേട്ടൻ്റെ തന്നെ TS രാധാകൃഷ്ണജി അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള ഒരു ഡിവോഷണൽ അയ്യപ്പൻ്റെ ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയിട്ട് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഡിവോഷണൽ, അതും TS രാധാകൃഷ്ണ ചേട്ടൻ്റെ മ്യൂസിക്കിലാണ് ഞാൻ ട്രാക്ക് പാടിയിട്ടുള്ളത്. ഇതാണ് ഞാൻ ആകെ ട്രാക്ക് പാടിയിട്ടുള്ളത്. ദൈവങ്ങൾക്ക് മധുവിൻ്റെ ശബ്ദം വലിയ ഇഷ്ടമാണ് അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എന്താ കാരണം വെച്ചാൽ ഏത് ദൈവമാണെങ്കിലും അവിടെ മധുവിൻ്റെ ശബ്ദം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഡിവോഷണൽ ആൽബംസിൽ പാടാനുള്ള ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നേരത്തെ, അതായത് ഫീൽഡിൽ വരുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദേവാലയങ്ങളിൽ പോകുമ്പോൾ, അത് ഹിന്ദു ദേവാലയം എന്നല്ല, ക്രിസ്ത്യൻ ദേവാലയങ്ങളിലായാലും മുസ്ലിം ദേവാലയങ്ങളിലായാലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈശ്വരന്മാരെ പറ്റി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഗാനങ്ങൾ പാടാൻ എനിക്ക് അവസരം ഉണ്ടാക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും കിട്ടിയിട്ടുണ്ടാവും ഈ പാട്ടുകളെല്ലാം. ഒരാൾ വരട്ടെ. ഏതെങ്കിലും ഒരു ഭക്തി ആണെങ്കിലും അതും ഉണ്ടാവും. ഡിവോഷണലായിട്ട് ക്രിസ്ത്യൻ ഡിവോഷണലായാലും മുസ്ലിം ഗാനങ്ങളായാലും ഹിന്ദു ആണെങ്കിലും പ്രേമഗാനാണെങ്കിലും എല്ലാറ്റിലും മധുവർഷം ഒഴിവാക്കാതില്ല, അത് നിർബന്ധമായിട്ടുണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിദ്ധി ജന്മസിദ്ധമായിട്ടുണ്ടാകണം. ഈ പാട്ട് എന്ന് പറയുന്ന വിഷയം അങ്ങനത്തെ ആയതുകൊണ്ടേ നമ്മളിൽ വന്നു ചേരുന്നത് എന്തോ അതിനെ നമ്മൾ ശുദ്ധമാക്കാനും നമ്മളത് നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളെ കൊണ്ട് നന്നെന്ന് പറയിപ്പിക്കാനുമുള്ള പരിശ്രമം ആണ് ഒരു പാട്ടുകാരനും ഉണ്ടാകേണ്ടത്. ആ ഗുണങ്ങളൊക്കെ മധുവിനുണ്ട്. ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തിയായിരിക്കാം ഈ ഒരുപാട് ദൈവങ്ങളുടെ പാട്ടുകൾ പാടാൻ. തീർച്ചയായിട്ടും ഭക്തി ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഒന്നും ആയി എന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ അവകാശവും അത് എൻ്റെ കാരണക്കാരൻ ഈശ്വരൻ തന്നെയാണ്. എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ മരിച്ചുപോയ പിതൃക്കൾ, അവരുടെ അനുഗ്രഹം, അത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു ഭക്തിഗാനം നമുക്ക് ആലോചിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആരും പറഞ്ഞ പോലെ മധുവിന് അള്ളയും ഈശ്വരനും എല്ലാ ദൈവങ്ങളും ഒന്നാണ്. എല്ലാ പാട്ടുകളും സമഭാവനയിലാണ്. തീർച്ചയായിട്ടും ഞാൻ എല്ലാം ഒന്നായി കാണുന്ന ഒരാളാണ്. ഇത് ദക്ഷിണാമൂർത്തി സ്വാമി, അദ്ദേഹം എൻ്റെ ഒരു ഗുരുതുല്യനായിരുന്നു. എനിക്കൊരു
ആത്മീയ ഗുരുവും കൂടിയായിരുന്നു അദ്ദേഹം സംഗീതം ചെയ്ത ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനമാണ്. ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി, ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി, കരിമേഘ നിറമാകുമുണ്ണി കരുണതൻ കടലാകുമുണ്ണി, കരിമേഘ നിറമാകുമുണ്ണി കരുണതൻ കടലാകുമുണ്ണി, ഗുരുവായൂരുണ്ടേ ഒരുണ്ണി ചിരി തൂകിക്കൊണ്ടേ ഒരുണ്ണി. ഇത് ഹിന്ദു ഡിവോഷണലിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടതിലൊന്ന്. പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണലിൽ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന, എന്നെ ഒരു അനിയനായി തന്നെ കണ്ടിരുന്ന, വളരെയധികം വാത്സല്യത്തോടും കൂടി എന്നെ കണ്ടിരുന്ന എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ശ്രീ വയലിൻ ജേക്കബ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് എന്ത് പാട്ട് കമ്പോസ് ചെയ്യുകയാണെങ്കിലും കുട്ടാ എന്ന് എന്നെ വിളിച്ചിരുന്നത്. കുട്ടാ നമുക്കൊരു പാട്ട് പാടാനുണ്ട് കേട്ടോ, എന്നാ വരിക, എന്നാ എടുക്കണ്ടേ എന്ന് ചോദിക്കും. അങ്ങനെ വിളിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചെയ്തൊരു പാട്ടുണ്ട്, ശ്രീ ഫാദർ തദ്ദേവു സർവീന്തത്തിൻ്റെ വരികൾക്ക് അഞ്ജനം എന്ന ആൽബത്തിൽ. അതിപ്പോഴും പല പള്ളികളിലും പാടാറുള്ള ഗാനമാണ്. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ, അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. ശബ്ദത്തിൽ ആ കാരുണ്യവും ആ ഭക്തിയും എല്ലാം കൊണ്ട് വഴിഞ്ഞൊഴുകയാണ്. താങ്ക് യു ജോണേട്ടാ. എന്തായാലും ഈ പാട്ടിൻ്റെ വരികളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് തന്നെ വാക്കുകളാണ് ആ വരികളിൽ, ഈ 2 ലൈനിലുള്ളത്. നന്മകൾക്ക് നന്ദിയേകാൻ എന്ത് ചെയ്യും ഞാൻ. വളരെ അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകളാണ്. തീർച്ചയായിട്ടും. മധുവിൻ്റെ ഈ സിദ്ധിയെക്കുറിച്ച് അഭിപ്രായപ്പെടാൻ ഒരാളും കൂടി വരുന്നുണ്ട്. എൻ്റെ ഫീൽഡ് ഭക്തിഗാനങ്ങളായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ചേർന്ന് തന്നെ ഏകദേശം ഒരു 20-25ഓളം ആൽബങ്ങളിൽ മധു എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോൾ മധുവെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, പ്രത്യേകിച്ച് ഭക്തിഗാന രംഗത്ത് മധു ഇന്ന് നിൽക്കുന്ന ആ സ്ഥാനം തീർച്ചയായിട്ടും മുൻപന്തിയിൽ തന്നെയാണ്. ഈ വേളയിൽ എനിക്ക് മധുവിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്, വളരെ നന്നായി കർണാടക സംഗീതം പഠിച്ചിട്ടുള്ള മധു കുട്ടിക്കാലം മുതലേ സാധകം ചെയ്ത് നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും കർണാടക സംഗീത രംഗത്തേക്ക് വന്നുകൂടാ? നല്ല കച്ചേരികൾ നടത്തി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആലപിക്കുന്നത് പോലെ സംഗീത സദസ്സുകളിലും മധു മുൻപന്തിയിലെത്തണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് മധുവിൻ്റെ അഭിപ്രായം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. മധു, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനൊരു ചോദ്യം മധുവിനോട് ചോദിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും. ഒരുപാട് എന്താ വെച്ചാൽ, ക്ലാസിക്കൽ നന്നായിട്ട് ബേസ് ഉള്ള ആൾ, കർണാടക സംഗീതം നന്നായി പഠിച്ച ആൾ, ചിട്ടയായിട്ട് സംഗീതം പഠിച്ച ആൾ, എന്തുകൊണ്ട് ഒരു പക്ഷേ ഒരു കച്ചേരിയിലേക്ക് പോയിക്കൂടാ? ഞാൻ കച്ചേരി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു കച്ചേരി എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനി ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാൻ കോൺഫിഡൻസ് കുറവുണ്ട്. കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. കാരണം മനോധർമ്മം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു അധികം താമസിയാതെ ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ ഞാൻ, അധികം വയസ്സൊന്നും ആയിട്ടില്ല, ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാലങ്ങൾ മുമ്പോട്ട് പോകാൻ മധുവിനുണ്ട്. എന്തായാലും കർണാടക സംഗീതം എന്നുള്ള അപാര സംഗീതത്തിൻ്റെ ആ സ്രോതസ്സുകളെ മധുവിന് എന്തായാലും വിടാൻ പറ്റില്ല. തീർച്ചയായിട്ടും വിടാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ, 1 കൊല്ലത്തിനോ 1-2 ചുരുങ്ങിയത് 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ എന്തായാലും ആ ഫീൽഡിലും കൂടി വരാൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ മധുവിനെ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ഗായകരെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. മധു നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയാലിറ്റി ഷോയുടെ ഫ്ലോറിൽ നിന്ന്
ഉദിച്ചുയരുന്ന ചില താരങ്ങളുണ്ട്. പക്ഷേ അവരുടെ ഒരു പിന്നാമ്പുറത്ത് സംഗീതത്തിൻ്റെ ഒരു സബരിയൊന്നും ഉണ്ടാവില്ല. ആരെ പറഞ്ഞ പോലെ ഒരു നിമിഷത്തിൽ പ്രശസ്തരാകുന്നവരായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമാണ് മധുവിൻ്റെ ഒരു വഴിത്താര. അത് ഈ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രമുഖർ അത് അടിവരയിടുന്നുമുണ്ട്. വേണമെങ്കിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഹലോ മധു, സുഖം തന്നെയല്ലേ? ഒരുപാട് നാളായിട്ട് നമ്മൾ കണ്ടിട്ട് പഴയ കാര്യങ്ങളെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോയി. അതായത് ആലാപിൽ വെച്ചാന്ന് തോന്നുന്നു ഇങ്ങനെ മധുവിനെ ആദ്യം കാണുന്നത്. അവിടെ ഒരു റെക്കോർഡിങ് നടക്കുമ്പോൾ മധു ഇങ്ങനെ കാണാൻ വന്നിരുന്നു. അന്ന് അവിടെ മധുവിൻ്റെ പാട്ട് കേൾക്കാനിടയായി. വളരെ നന്നായിട്ട് പാടുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും പ്രാവീണ്യം കർണാടക സംഗീതത്തിലൊക്കെ സമ്പാദിച്ചു എന്നുള്ള ആ ഒരു നിലയിൽ അദ്ദേഹത്തെ അന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇപ്പോൾ അദ്ദേഹം വളരെ അധികം പടങ്ങളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ശബ്ദമാണ്, 1ാം ക്ലാസ് ശബ്ദം. അതുപോലെ കർണാടക സംഗീതത്തിലെ ഏറ്റവും നല്ല സംഗീത കച്ചേരിയൊക്കെ നടത്തുന്ന ഒരു വലിയ ഗായകനായിട്ട് കൂടെ തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതും കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. സ്വാമി ശരണം. മധു, അതാണ് നോക്ക്, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ സംഗീത സിദ്ധിയുള്ള ഒരുപാട് ആൾക്കാർ ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ മേഖലയിലും മധുവിനെ അവരുടെ റഡാറിൽ മധു ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. തീർച്ചയായിട്ടും അതെ. കുറേ പേര് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട് കച്ചേരി ചെയ്യാത്തത്. പലരും ഡേറ്റ് വരെ ബുക്ക് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് നിർബന്ധിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക കോൺഫിഡൻസ് ആർജിച്ച ശേഷം വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ വീണ്ടും പോയി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മധുവിൻ്റെ കുടുംബ ബന്ധങ്ങൾ ഒരുപക്ഷെ പല കാലഘട്ടങ്ങളിലും ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെ കൊണ്ടുവരാം. വരട്ടെ. ഏറ്റവും ഭാവഗംഭീരത്തോടുകൂടി പാട്ടുകൾ പാടുന്നതിനുള്ള കഴിവ് അതാണ് മധുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അത് കിട്ടിയിട്ടുള്ളത് തികച്ചും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല മധുവിനെ നിലനിർത്തുന്നത് ശ്രോതാക്കളാണ്. ശ്രോതാക്കൾ വ്യക്തമായിട്ടും മധുവിൻ്റെ പാട്ടുകൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കുവാൻ സാധിക്കുന്നത്. താങ്കളുടെ ഭാര്യയുടെ പിതാവാണ്. അതെ അതെ. സർവോപരി ശ്രീശാന്തിൻ്റെ അച്ഛനും കൂടിയാണ്. അപ്പം സ്വന്തം കുടുംബത്തിൽ മാത്രമല്ല ഭാര്യയുടെ കുടുംബത്തിലും മധുവിന് ഒരുപാട് ആരാധകരുണ്ട്. ഭാര്യ പ്രണയിച്ച് വിവാഹം ചെയ്തതാണ്. അതെ അതെ അതെ. ഓ അത് ശരി. എങ്ങനെയാണ്? കാരണം ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്, ഫാമിലിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ പാട്ട് പഠിച്ചതാണ് എൻ്റെ ഭാര്യ. പക്ഷേ രണ്ടും 2 സ്ഥലത്തായിരുന്നു. പക്ഷേ അന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു 1-2 കൊല്ലം മുമ്പാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്. അത് ഒരു ചാനലല്ല പറയേണ്ടത്. പ്രണയം തുടങ്ങി 2 വർഷം ശേഷമാണ് അതാണ് ശരി. അതെ. അങ്ങനെ എന്നാൽ പ്രണയം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അതെ. എൻ്റെ ഫസ്റ്റ് കസിനെ കല്യാണം കഴിച്ചത് അവരുടെ ഫസ്റ്റ് കസിനാണ്. അല്ലാതെയും ഫാമിലി നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നു, തറവാടുകൾ തമ്മിൽ. അപ്പോൾ എങ്ങനെ കണ്ടുമുട്ടി ദിവ്യയെ? ഞാൻ കുട്ടിക്കാലം പോലെ കാണുമായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ അവരുടെ കുറേ കസിൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് കുറേയൊക്കെ അവരുടെ കസിൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ മിക്കപ്പോഴും അവരുടെ തറവാട്ടിൽ പോകാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. അവർ ഞങ്ങളുടെ വീട്ടിലും വന്ന് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ദിവ്യ അവിടെ ചെറിയ കുട്ടിയായിട്ട് അന്ന് സ്കൂൾ യൂണിഫോമിലൊക്കെ പലപ്പോഴും ദിവ്യ ശ്രദ്ധിച്ചില്ല. ഇല്ലില്ല, ഞാനും അങ്ങനെ ഞാൻ മറ്റുള്ള കുട്ടികളെ അവിടെ ഉണ്ടാവുന്ന കുട്ടികളെ പോലെ തന്നെ ദിവ്യം കണ്ടിരുന്നു. അത്ര സ്കൂൾ യൂണിഫോമിൽ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഷട്ടിൽ കളിക്കുന്നതും പലപ്പോഴും പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പ്രോഗ്രാം ഞാൻ കമ്പയർ ചെയ്യുമായിരുന്നു ഒരു ചാനലിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത്. പ്രണയം ആരംഭിച്ചത് അങ്ങനെയാണ്? അതെ അതെ അതെ. ആദ്യം മധുവിനാണോ ധൈര്യം സംഭരിച്ചത് അതോ ദിവ്യയാണോ ധൈര്യം സംഭരിച്ചത്? ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യം. അതെ അതെ. പറയാൻ വേണ്ടി ദിവ്യ കാത്തിരിക്കുകയായിരുന്നു. ആയിരിക്കാം. വരട്ടെ. മധുചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മധുചേട്ടൻ എന്നും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. പിന്നെ എന്തും
തുറന്നു പറയാവുന്ന ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ട്രാൻസ്പെറൻസി ഉണ്ട് ജീവിതത്തിൽ എന്നാണ് കരുതുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നത് ഇപ്പോൾ എൻ്റെ അനിയൻ്റെ കേസ് വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മതിച്ചേട്ടൻ്റെ വീട്ടുകാരുമാണ്. അപ്പം അതാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തത്. ഇപ്പം ദിവ്യ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മധുവിൻ്റെ ട്രാൻസ്പെറൻസി, സുതാര്യമാണ് മധു. അതാണ് നേരത്തെ മധു പറഞ്ഞത്, ആരാധികമാർ ഫോൺ വിളിക്കുമ്പോൾ അതൊക്കെ ദിവ്യയ്ക്ക് കൈമാറുന്നു. തീർച്ചയായിട്ടും എല്ലാ ഫോണൊന്നും കൈമാറാൻ സാധ്യതയില്ലാതെ എനിക്ക് അറിയാം, വേണ്ടില്ല. പക്ഷേ ദിവ്യ അതിലേതൊക്കെയാലും വളരെ ബോധ്യമായിരിക്കണം. അപ്പോൾ മധുവിൻ്റെ ആ ട്രാൻസ്പെറൻസി ഘടകമാണ് ദിവ്യ ഇപ്പോൾ ആകർഷിക്കുന്നത്. രണ്ട്, ഒരുപക്ഷെ ദിവ്യയുടെ ഫാമിലിക്ക് മധു നൽകിയ ഒരു സപ്പോർട്ട്, അതാണ് ഈ രണ്ട് ഘടകമാണ് ദിവ്യയുടെ മനസ്സിൽ നിന്ന് ആദ്യമായിട്ട് ഒരുപക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ പുറത്തു വരുന്ന രണ്ട് പ്രതികരണങ്ങൾ. അവരുടെ ഇപ്പോൾ ശ്രീശാന്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം ഇങ്ങനൊരു അവസ്ഥ അത് സ്വന്തമായിട്ട് എനിക്ക് വന്നാലുള്ള അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. അത് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കി. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത, എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഒരു ബ്രദറിൻലോ, ഞാനൊരു ബ്രദറിൻലോ ആയിട്ടല്ല, ശ്രീശാന്ത് ഒരു അനുജനാണ്, അനുജനെ പോലെ തന്നെയാണ് കാണുന്നത്. എൻ്റെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പണ്ട് മുതലേ അറിയാം, പണ്ട് മുതലേ എൻ്റെ കൂടെ ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാനും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഞാൻ ചെല്ലുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കുട്ടിയായിരിക്കുമ്പോൾ ശ്രീ. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ പറക്കി തന്നുകൊണ്ടിരുന്ന ആളാണ് ശ്രീ. ഇന്ത്യൻ പ്ലെയർ ആണെങ്കിലും മധു അടിക്കുന്ന ബോൾ പറക്കാൻ വേണ്ടിയായിരുന്നു അവൻ ആദ്യം വെച്ചിരുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ വേണം പറയാവുന്നതാണ് ആക്ച്വലി. മധു പക്ഷേ ഗായകനാകില്ലായിരുന്നെങ്കിൽ വേണം നല്ലൊരു ക്രിക്കറ്റർ ആയിരുന്നല്ലേ? ഞാൻ സ്കൂൾ കോളേജ് ടീമിലുണ്ടായിരുന്നു, ഓപ്പണിംഗ് ബോളർ തന്നെയായിരുന്നു. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, 2 ക്ലബ്ബിൽ മെമ്പറാണ് ഇപ്പോഴും. C3 സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്, പിന്നെ CMC കൊച്ചിൻ മ്യൂസിക് ചലഞ്ചേഴ്സ്, ഈ 2 ടീമിലും ഞാൻ ഇപ്പോഴും മെമ്പറാണ്. ഇപ്പോഴും പല മാച്ചസും കളിക്കാൻ. സംഗീതത്തോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഒരു പാഷനാണല്ലേ? തീർച്ചയായിട്ടും. രണ്ടു തമ്മിൽ ബന്ധമുണ്ടല്ലോ, അതറിയില്ലേ? അതെ, രണ്ടു തമ്മിൽ ബന്ധമുണ്ട്. രണ്ടിലും പിച്ചുണ്ട്, രണ്ടിനും റിതമുണ്ട്. പക്ഷേ ഈ ക്രിക്കറ്റും സംഗീതവും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും, അതെ. അല്ല, ഇപ്പം മിക്ക സിംഗേഴ്സും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, CMC എന്ന് പറഞ്ഞാൽ സിംഗേഴ്സിൻ്റെയും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ടീമാണ്. മദ്രാസിൽ ഒരു ടീമുണ്ട്, അവിടെയും P. ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം വളരെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. എല്ലാം സെലിബ്രിറ്റി ക്രിക്കറ്റ് ആണല്ലോ എല്ലാം. അതാരും പറഞ്ഞ പ്രശസ്തരെല്ലാം ക്രിക്കറ്റിലേക്ക് വരുവാണ് മധു. പക്ഷെ മധു അങ്ങനെയല്ല, മധു പണ്ട് തന്നെ കളിച്ച് വളർന്ന ഒരാളാണ്, സംഗീതത്തോടൊപ്പം തന്നെ ക്രിക്കറ്റിലും വളർന്ന ആളാണ്.